ഹലോ യൂട്യൂബ്, ഇത് റോബിനാണ്. റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ബിൽഡിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ എങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്ന ഈ ഡൊമൈൻ നെയിം നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL ആക്കി മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ വീബിളിയിലെ ഫ്രീ വെബ്സൈറ്റിന് എങ്ങനെ നിങ്ങൾ വാങ്ങിച്ച ഡൊമൈൻ നെയിം കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് വീബിളിയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ്, പിന്നെ ഗോഡാഡിയിൽ നിന്ന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച നിങ്ങളുടെ പുതിയ ഡൊമൈൻ നെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോവാം വീബിളിയിലോട്ട്. വീബിളിയിൽ എനിക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിന് ഞാൻ ഡൊമൈൻ നെയിം വാങ്ങിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ഞാൻ എൻ്റെ രണ്ട് വെബ്സൈറ്റുകൾക്ക് ഞാൻ ഡൊമൈൻ നെയിം വാങ്ങിച്ചിട്ടുണ്ട് .com വെച്ചിട്ട്. അതിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ആ പ്രോസസ്സ് വർക്കാവുമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാത്തൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ആദ്യത്തെ വർക്ക് ഫ്രം നോ ഹോം എന്ന് പറഞ്ഞ് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരുന്നു. ആ വെബ്സൈറ്റിൻ്റെ URL എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിനൊരു .com എന്ന് പറഞ്ഞ ഒരു ഇത് വേണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ സെറ്റിങ്സിൽ പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് ഐ ഓൾറെഡി ഓൺ. അപ്പോൾ അതിനെന്തെങ്കിലും കൊടുക്കാം, ഹോം വർക്ക് എന്തെങ്കിലും കൊടുത്ത് .com. ഓക്കെ, അങ്ങനത്തെ ഒരു ഡൊമൈൻ നെയിം ഞാൻ വാങ്ങിച്ചു തന്നിരിക്കട്ടെ. കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ അവരെനിക്ക് ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റുകയെന്ന്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് വായിച്ചു നോക്കുക. ലോഗിൻ ടു യുവർ ഡൊമൈൻ വാനിൽ, അത് ഗോഡാഡിയിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ഗോഡാഡി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഗോഡാഡിയിൽ അല്ല, godaddy.com നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല, നിങ്ങൾ ഓൾറെഡി ഡൊമൈൻ നെയിം വാങ്ങിച്ചതല്ലേ. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ചെല്ലുന്നു, സൈൻ ഇൻ ചെയ്യുന്നു. അതിൽ മാനേജ് യുവർ ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ലോഗിനായി. അപ്പോൾ ഞാനിതിൽ വാങ്ങിയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിമാണിത്, respiratorycarebuddy.com എന്ന് പറഞ്ഞു. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ച ഡൊമൈൻ ഈ ലിസ്റ്റിൽ കിടപ്പുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ DSN സോൺ ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴ്ത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ കുറേ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ഈ വീബിളിയിൽ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഒന്നുകൂടെ നോക്കുക. അവർ പറയുന്നത് ദ റൂട്ട് ഓഫ് യുവർ ഡൊമൈൻ നെയിം യൂഷ്വലി ഐഡൻറ്റിഫൈഡ് ബൈ ഉണ്ട്, ഈ സിമ്പിൾ ഉണ്ട്. ഈ സിമ്പിളിൻ്റെ നേരെ കിടക്കുന്ന നമ്പർ എഡിറ്റ് ചെയ്തിട്ട് ഈ നമ്പർ ആക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, ഈ www എന്ന് കാണുന്നിടത്തും അതിൻ്റെ നേരെ കിടക്കുന്ന നമ്പറും എഡിറ്റ് ചെയ്ത് ഈ നമ്പർ ആക്കാൻ. അപ്പോൾ ഈ നമ്പർ കോപ്പി ചെയ്തുകൊണ്ട് പോവുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് അറ്റ് റേറ്റ് നടക്കുന്നിടത്ത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഈ പെൻസിലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ആ നമ്പർ എഡിറ്റ് ചെയ്ത് മാറ്റുക. എന്നിട്ട് താഴത്തേക്ക് വരിക. താഴത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ www കാണും. അവിടെയും ഈ നമ്പർ, ഈ സൈൻ മാറ്റി അവിടെ നമ്പർ എഡിറ്റ് ചെയ്യുക. ആ നമ്പർ കോപ്പി ചെയ്തുകൊണ്ട് വന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സേവ് സോൺ ഫയൽ കൊടുക്കുക. അത് വൺസ് സേവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂ കൊടുത്തേക്കുക. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL .com ആയിരിക്കും, .weebly.com ആയിരിക്കില്ല, വെറും .com ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ആരെയും അവിടെ ഇരുന്ന് നിങ്ങളുടെ വെബ്സൈറ്റ് .com എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കിട്ടും. ഒരു വർഷത്തേക്ക് നിങ്ങൾ റിന്യൂ ചെയ്യണ എക്സ്പയർ ആവണം എപ്പോഴാണോ അതുവരെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL .com ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഡൊമൈൻ നെയിം വാങ്ങിച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യണത്. നിങ്ങളുടെ വാങ്ങിച്ച ഡൊമൈൻ നെയിം നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക.
അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തുടർന്ന് ഞാൻ വീഡിയോകൾ ഉണ്ടാക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.